നിധി നിന്നെ ഞാൻ കൊണ്ടെത്തിച്ചത്. എന്ത് ഗതികേട്? നെറ്റ്വർക്ക് തകരാറായത് നമ്മളുടെ ഗതികേട് കൊണ്ടാണോ? ശമ്പളം കയറട്ടെ, അപ്പൊ കൊടുക്കും. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഡെപ്പോസിറ്റ് അവരുടെ കയ്യിൽ കിടക്കൂല്ലേ? എല്ലാത്തിനും ഞാനാണ് കാരണക്കാരൻ. ഈശ്വരമംഗലത്ത് രാജ്ഞിയെ പോലെ ജീവിച്ചോളാണ് നീ. എന്റെ പിടിവാശി, ആത്മാഭിമാനം, ദുരഭിമാനം ഇപ്പോഴും പഴയ നമ്പർ 1 ബിസിനസ്മാനാണെന്നാണ് വിചാരം. പണ്ട് ആനപ്പുറത്ത് കയറി എന്റെ തഴമ്പന്റെ ഈഗോയും തലയിൽ ചുമന്നുകൊണ്ട് നടക്കാൻ ഞാൻ. എത്തിക്സ് ആണല്ലോ എനിക്ക് വലുത്. ആരുടെ മുന്നിലും തോറ്റു കൊടുക്കരുതെന്നുള്ള അഹന്ത. ആ അഹന്തയാണ് ഇന്ന് വെളുപ്പാങ്കാലത്ത് ആരെങ്കിലും ഇവിടെ വന്ന് നിന്നെ തെറി വിളിക്കുന്ന അവസ്ഥ വരെ എത്തിച്ചത്. എന്തിനാ ഗൗത ഇങ്ങനൊക്കെ പറയുന്നത്? അവർക്ക് കിട്ടാനുള്ള പണം അവർ ചോദിച്ചു. കൊടുക്കാൻ പറ്റാത്ത ഗതികേടിലൊന്നും അല്ലല്ലോ നമ്മള്. ശമ്പളം ഒന്ന് വൈകിപ്പോയി, അത്രയല്ലേ ഉള്ളൂ. വെറുതെ ആവശ്യമില്ലാത്ത ചിന്തയൊന്നും മനസ്സിൽ വെക്കണ്ട. പോയി ആ രാജശേഖരൻ സാറിനെ കാണാനുള്ള പണി നോക്ക്. നീ അങ്ങോട്ട് പോകണമെങ്കിലും ബൈക്കിൽ എണ്ണ അടിക്കാനുള്ള പൈസയ്ക്ക് നിന്റെ മുമ്പിൽ കൈനീട്ടണം. അതാണ് അവസ്ഥ. 10 പൈസ കയ്യിലില്ലാത്തവൻ കോടികളുടെ സ്വപ്നങ്ങൾ കാണാൻ പാടില്ലല്ലോ. ഈ ഒരു ചെറിയ വിഷയത്തിന്റെ പേരിൽ ഇങ്ങനെ നിരാശനാവില്ലേ ഗൗതം? ഗൗതം ഈ പറഞ്ഞ കോടികളുടെ സ്വപ്നത്തിലേക്ക് എത്താൻ ഇനി ഒരു ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ആ സോയിൽ ടെസ്റ്റിംഗ് റിപ്പോർട്ട് ഒന്ന് വാങ്ങിച്ചെടുക്കാൻ നോക്ക്. അതിനെക്കുറിച്ച് ചിന്തിക്ക്. സോയിൽ ടെസ്റ്റിംഗ് റിപ്പോർട്ടിന് ഒറ്റ സ്റ്റെപ്പേ ഉള്ളെന്ന് നീ പറയും. പക്ഷെ അതിന് ചോദിക്കുന്നത് 2 കോടി രൂപയാണ്. അത് കൊടുക്കാനും എന്റെ എത്തിക്സും ആത്മാഭിമാനം അനുവദിക്കില്ലല്ലോ. നേർവഴി വിട്ട് യാത്ര ചെയ്തിട്ടില്ല. വീടിന്റെ മുന്നിൽ വന്ന് ഉടമസ്ഥൻ തെറി വിളിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. എന്റെ ഗൗതം, പറയുന്നതൊന്നും മനസ്സിലാക്കാൻ. ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇതിലും വലിയ പ്രശ്നങ്ങൾ കടന്നാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. 5 പൈസ കയ്യിലില്ലാതെ അമ്പലത്തിലെ വെള്ളം കുടിച്ച് കിടന്നില്ലേ?